ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് റൊണാൾഡോയുടെ ഒരു ഫാബ്രിക് പെയിൻ്റാണ് ചെയ്യാൻ പോകുന്നത് തുണിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് തുണി എടുത്തിട്ട് ഫ്രെയിം ഇട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റ് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് വരയ്ക്കുന്നത് നല്ല ഒരു വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഞാൻ പെൻസിലെടുത്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. പെൻസിൽ എടുക്കുമ്പോഴത്തേക്കിന് അതിന് മുന നല്ല ഷാർപ്പായിട്ടിരിക്കണം, എന്നാൽ മാത്രമേ തുണി വരയ്ക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ഫാബ്രിക് പെയിൻ്റാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ജേഴ്സിയിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ 3 കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ജേഴ്സിയിൽ ചുമല കളർ പകുതി ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്കാണെങ്കിൽ തുള്ളി വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി. ജസ്റ്റ് ആ പെയിൻറ്റിൻ്റെ കട്ടി ഒന്ന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഗ്രീൻ, താഴോട്ട് ഗ്രീൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രീൻ ഫാബ്രിക് പെയിൻറ്റ് എടുത്തിട്ട് ആ താഴത്തോട്ടുള്ള ഭാഗം ഗ്രീൻ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ കുറച്ച് ആ കഴുത്തിൻ്റെ ഭാഗത്തായിട്ടുള്ള ആ ഒരു കോളറിൻ്റെ അവിടെ ഒരു ഗ്രീനാണ്, അത് നമ്മളവിടെ ഗ്രീൻ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ബ്ലാക്ക് കളർ വെച്ചിട്ട് ആ ഒരു അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒന്നാക്കണം. ആ ഒരു ചുളിവുകളൊക്കെ കാണുന്ന രീതിയിൽ അങ്ങനെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മൊത്തം അങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് റൊണാൾഡോയുടെ ജേഴ്സിയുടെ പുറകിൽ റൊണാൾഡോ എന്ന പേരും എഴുതണം. അതിന് ഞാൻ യെല്ലോ കളറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിന് താഴെ 7 എന്ന ലെറ്ററും എഴുതണം. അപ്പോൾ അതിനും യെല്ലോ പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണിത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുത്തിൻ്റെ പുറകിലും പിന്നെ കൈയുടെ ചെറിയ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് സ്കിൻ കളർ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റൊണാൾഡോയുടെ മുടിയും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പടം മാത്രമായിട്ട് കിടന്ന ഒരു രസമില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമ്മൾ ഒരു സ്റ്റേഡിയം മോണക്കൊരിത് കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വരയൊക്കെ എങ്ങനെ നടക്കട്ടെ. ഇന്ന് രാവിലെ പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയയുടെ കളി ഉണ്ടായിരുന്നു 5 മണിക്ക്. അപ്പോൾ അത് ആരൊക്കെ കണ്ടു, എങ്ങനെ ഉണ്ടായിരുന്നു കളി? അപ്പോൾ ലോകം മുഴുവൻ ലോകകപ്പിൻ്റെ ആരാധകരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോദ്യം ചോദിച്ചാലോ? എല്ലാവരും ഫുട്ബോൾ, ഫിഫ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം അവർക്ക് അതിനെക്കുറിച്ച് അറിയാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഈ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം കമൻ്റായിട്ടിടാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫിഫ വേൾഡ് കപ്പ് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് ജയിച്ച കൺട്രി ഏത്? അപ്പോൾ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വേൾഡ് കപ്പ് ആദ്യമായി നേടിയ കൺട്രി ഏത്? അപ്പോൾ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, വേൾഡ് കപ്പ് ഫൈനൽ എവിടെ വെച്ചാണ് നടക്കുന്നത്? അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ് കപ്പിൽ എത്ര ടീംസാണ് ഉള്ളത്? കറൻറ്റ് പറയണേ. എല്ലാം വെറും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫുട്ബോൾ ആരാധകർ ഇതിനൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം ഇതിനൊക്കെ എത്ര പേർക്ക് ഉത്തരം അറിയാമെന്ന്. വെറുതെ ChatGPT എടുത്തും ജെമിനി എടുത്തൊന്നും പോയി ചോദിച്ചിട്ടില്ലല്ലേ? അയ്യോ നിൽക്കി, നമ്മൾ ആ കാര്യത്തിൽ നിന്ന് വഴിച്ച് മറിപ്പോയി. നമ്മളിവിടെ വരയ്ക്ക് വരുന്നല്ലോ, ചോദിച്ച് ക്വസ്റ്റ്യൻസിലോട്ടങ്ങ് പോയി. അപ്പോൾ നമുക്ക് തിരിച്ച് വരയിലോട്ട് വരാം. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വരച്ച് തീരാറായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെറിയ മിനുക്ക് പണികളൊക്കെ ഉണ്ട്. അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല, ചുമ്മാ ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോഴേ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഫാബ്രിക് പെയിൻറ്റ് കൊണ്ട് തുണിയിൽ വരച്ച റൊണാൾഡോയുടെ പടം. അപ്പോൾ ഈ വരച്ച റൊണാൾഡോയുടെ പടം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ടും ചെയ്യുക.